പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 10 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല എന്നോർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ നമ്മുടെ സഭായോഗത്തെയും ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് അങ്ങയുടെ സ്നേഹമോർക്കുമ്പോൾ നന്ദി പറയുന്നു. ഞങ്ങളെ കരുതിയ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ സംരക്ഷിച്ച അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ സൗഖ്യമാക്കിയ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഓരോ നാളും അങ്ങ് കൈപിടിച്ച് നടത്തുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എൻ്റെ കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 34-ാം സങ്കീർത്തനം. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ഏതവസ്ഥയിലും ആയിക്കോട്ടെ, ആമേൻ, കരമുയർത്തിയിട്ട് കർത്താവിനോട് പറ, എല്ലാം അങ്ങ് അറിയുന്നു. അങ്ങറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം അങ്ങ് നന്മയ്ക്കായി തീർക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞ്, എല്ലാം അങ്ങ് നന്മയ്ക്കാക്കി തീർക്കുന്നതോർത്ത് സ്തോത്രം. അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാം അങ്ങ് നന്മയ്ക്കാക്കി തീർക്കുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ മെയ് മാസം 10 കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശനിയാഴ്ച പകൽക്കാലത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദിവസമാകിയാൽ സ്തോത്രം. ആമേൻ ആമേൻ. അൺബിലീവബിൾ ടെസ്റ്റിമണീസ് ഉണ്ടാകുന്ന ദിവസമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയത്തക്ക വിധത്തിൽ ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ടും ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം രോഗികൾ സൗഖ്യമാകട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവരുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ ദൈവിക സൗഖ്യം ഇറങ്ങട്ടെ. ദൈവിക ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടിനാൽ കൈകൾ വിറയ്ക്കുന്നവർ, ഒന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, കൈകാലുകൾക്ക് വിറയൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മറവിയാൽ ബുദ്ധിമുട്ടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. വഴികൾ തുറന്നു വരട്ടെ. ആമേൻ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകൃതമാകട്ടെ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനിച്ചപ്പോഴുണ്ടായിരിക്കുന്ന ആമേൻ ബുദ്ധിമുട്ടുകൾ ആമേൻ എല്ലാം ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞുങ്ങളെ സ്വസ്ഥമാക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ സന്ദേശമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു,
ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആമേൻ. ഈ അന്ത്യകാലത്ത് ഹാനോക്കിനെ പോലുള്ളവരെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആമേൻ ഹാനോക്കുമാർ, ആമേൻ, ദൈവ പേരുകൊണ്ട് ഒത്തിരി പേരുണ്ട്. ഹാനോക്ക് എന്ന പേരുള്ള ഒത്തിരി പേർ ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഹാനോക്കുമാരെയാണ് കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വിളിയുണ്ട്. ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടന്ന് ഈ അന്ത്യകാലത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്ന വലിയ ദൗത്യം പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹാനോക്ക് എത്ര കാലം ജീവിച്ചു എന്നതല്ല പ്രധാനം, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം, ബട്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. പലരുടെയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ഇത്ര കാലം ജീവിച്ചു എന്നിട്ട് മരിച്ചു, ഇത്ര കാലം ജീവിച്ചു മരിച്ചു എന്നൊക്കെ എഴുതുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഹാനോക്ക് ആമേൻ ദൈവത്തോടുകൂടെ വിശ്വസ്തയോടെ നടന്നു. ആമേൻ. എന്നിട്ട് ദൈവം അവനെ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാനോക്കിൻ്റെ പ്രത്യേകത എന്താ? ഹാനോക്ക് എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഹാനോക്ക് ജീവിച്ചത് ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. അതാണ് ഈ പ്രഭാതത്തിൽ നമ്മളെയും ചിന്തിപ്പിക്കേണ്ടത്. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങിയിട്ട് പല വർഷങ്ങളായവരാണ്, പല കാലഘട്ടത്തിൽ ആയിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ദൈവത്തോടു കൂടെയാണോ ജീവിക്കുന്നത്, അതോ ദൈവത്തെ വിശ്വസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ? ആമേൻ. നമ്മുടെ ഈ യാത്ര, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ സാന്നിധ്യത്തിലും അവനിലുള്ള പ്രത്യാശയിലും, ആമേൻ, അവൻ്റെ ദൈവത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആമേൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പരിശുദ്ധാത്മാവ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കാം? ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഹാനോക്ക് വിശ്വാസത്താൽ, ആമേൻ, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. നമ്മളും എങ്ങനെ നടക്കണം? വിശ്വാസത്താൽ വേണം ദൈവത്തോടുകൂടെ നടക്കാൻ. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ തികഞ്ഞ ബോധം നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടാകണം. എന്നിട്ട് വിശ്വാസത്താൽ കർത്താവിൻ്റെ കൈകളെ പിടിച്ച് ആത്മാവിൽ, ആമേൻ, നമ്മൾ നടക്കുന്നവരായി തീരണം. രണ്ട്, കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ജീവിതത്തിലും ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നമ്മൾ അസൂയയും പകയും പിണക്കവും മറ്റുള്ളവരെക്കുറിച്ച് ഏഷണിയും, അതുപോലെ തന്നെ ആമേൻ, മറ്റുള്ളവരോട് വൈരാഗ്യവും കോപവും അതുപോലെ വേണ്ടാത്ത മ്ലേച്ഛമായ ചിന്തകളും ഒക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ജീവിത വിശുദ്ധി അല്ലെങ്കിൽ വേർപെട്ട ജീവിതം കർത്താവിൻ്റെ കൂടെ നടക്കാൻ ആവശ്യമാണ്. അതുപോലെ ഫെലോഷിപ്പ്, ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച്, അവൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടേതായ ആവശ്യങ്ങൾ പറയുന്നൊരു പ്രാർത്ഥന, അതും പ്രാർത്ഥനയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണ്. അവൻ കർത്താവിനോടുകൂടെ ബന്ധത്തിൽ നടക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അതുപോലെ അവൻ ദൈവവചനപ്രകാരം നമ്മളെ ക്രമീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ആ വചനത്തെ അതേപോലെ അനുസരിക്കുകയും ആ വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു ഹാനോക്കാകുവാൻ, ഹാനോക്കിനെ പോലെ ഈ 2025 ദൈവത്തോടുകൂടെ നടക്കുവാൻ, എത്ര കാലം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തോടുകൂടെ നടന്നോ, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിത്യതയിൽ ചേർക്കപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയണം, ഇവൻ എൻ്റെ കൂടെ നടന്നവനാണ്, ഭൂമിയിലായിരുന്നപ്പോഴും ഇവൻ എൻ്റെ കൂടെയായിരുന്നു, ഇവൾ എൻ്റെ കൂടെയായിരുന്നു എന്ന് കർത്താവ് പറയത്തക്ക വിധത്തിൽ ആ ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. നമുക്കും അവൻ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ജീവിക്കാം, ജീവിത വിശുദ്ധിയിൽ ജീവിക്കാം, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാം, ആരാധനയിൽ ജീവിക്കാം, അനുസരണത്തിൽ ജീവിക്കാം. ദൈവവചനപ്രകാരം ക്രമീകൃതമായ ജീവിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ അന്ത്യകാലത്ത് കർത്താവേ, ആമേൻ, ആമേൻ, ഒരു ഹാനോക്കായി കർത്താവിനോടുകൂടെ നടക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിവർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.